വീരശൈവയെയും വീരശൈവയുടെ അവാന്തര വിഭാഗങ്ങളെയും കേന്ദ്ര OBC ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആവശ്യം ഈ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് IAS, IPS, അതുപോലെ UPSC എക്സാമിനേഷൻ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ വീരശൈവായി നിങ്ങൾ ഏത് അവാന്തര വിഭാഗമാണ് എന്ന് തെളിയിച്ചു കൊണ്ടുവരുവാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു വീരശൈവ എന്ന് മാത്രമാണുള്ളത്. വീരശൈവയ്ക്ക് പ്രത്യേകം അവാന്തര വിഭാഗമില്ല. എന്നാൽ വീരശൈവയുടെ അവാന്തര വിഭാഗങ്ങളായ മറ്റു വിഭാഗങ്ങൾ അവരുടെ സർട്ടിഫിക്കറ്റിൽ ആ അവാന്തര വിഭാഗങ്ങളെ ചേർത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികൾ ഹിന്ദു വീരശൈവ എന്ന് കാണിച്ചിട്ടുള്ള ആ സർട്ടിഫിക്കറ്റുമായി ചെല്ലുമ്പോൾ നിങ്ങൾ വീരശൈവയിൽ ഏത് അവാന്തര വിഭാഗമാണ് എന്ന് തെളിയിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. അതുമൂലം നമ്മുടെ ഒട്ടനവധി കുട്ടികൾക്ക് ലഭിക്കേണ്ട പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് ഒരു നിസ്സാരമായ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. അത് പരിഹരിക്കുവാൻ സർക്കാരിന് കഴിയും. ഒന്നുകിൽ വീരശൈവ കഴിഞ്ഞുള്ള ബ്രാക്കറ്റ് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ വീരശൈവയെ ഒരിക്കൽ കൂടി ആ ബ്രാക്കറ്റിലേക്ക് കടത്തുക. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകും. പക്ഷേ ഇത് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനൊന്നും ഒരു പരിഹാരം കാണുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ധർണയിലേക്ക് കടക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിലെ അവസ്ഥ നമ്മുടെ രാജ്യം വളരെ പരിതാപകരമാണ്.